പുറത്തിറങ്ങിയ ആകാശം നോക്കിയിട്ടേ ഇപ്പം അടുത്തൊന്നും ഒരു മഴ പെയ്യാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് ഞാൻ തന്നെ പ്രവചിച്ചതിന് ശേഷമാണ് കേട്ടോ ഈ പുറപ്പെട്ടു പോകുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ. നന്ദുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നന്ദുവിനെ കുറച്ച് ദിവസമായിട്ട് സബ് ജില്ലയുടെ പ്രാക്ടീസ് നടക്കണോണ്ട് തന്നെ അവൾക്ക് കാലിന് സ്ട്രെയിൻ ചെയ്യിക്കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇന്നാണ് കേട്ടോ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ അവളെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പോരുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലായി എൻ്റെ കാലാവസ്ഥ പ്രവചനത്തിന് എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടെന്നുള്ളത്. ഭയങ്കര മഴയും ഒടുക്കത്തെ കാറ്റും. ആ കാറ്റും മഴയും ഞങ്ങൾ തന്നെ ഒന്നുപോലും മിസ് ചെയ്യാതെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൊണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് രണ്ടാമത് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. 4:30 വരെ ഡോക്ടറുള്ളൂ, അത് കഴിഞ്ഞാൽ ഡോക്ടർ പോകുമെന്നുള്ളത്. ഡോക്ടർക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ മഴ നനഞ്ഞ് നിൽക്കുകയാണെന്നുള്ളത്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റെഡിയായി പോകാൻ വേണ്ടി ഇനിയൊരു പ്രവചനത്തിന് കാത്തു നിൽക്കാതെ ഞാൻ കോട്ടൊക്കെ എടുത്ത് കൈ പിടിച്ചു കേട്ടോ. കാരണം ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഇനിയൊരു ഒന്ന് നനയാനുള്ളൊരു ശേഷി ഈ ശരീരത്തിനില്ല. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രവചിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കൂടുതലൊന്നും പ്രവചിക്കാൻ നിന്നില്ല. വേഗം തന്നെ ഞാൻ നന്ദുവിനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്ന് അധികം താമസിക്കാതെ തന്നെ ഡോക്ടറെ കണ്ടു കേട്ടോ. ഡോക്ടറെ കണ്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല, കാലിനെ കുറച്ചൊന്ന് സ്ട്രെയിൻ ചെയ്തൊന്ന് കുറച്ചാൽ മതി. പിന്നെ അതേ ഒരു ബാൻഡേജ് ഉള്ള കാലിനൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.